നീ എന്ത് നീ പറയണ വിലാസിനി? നീ പഴഞ്ചൻ ആൾക്കാരെ പോലെ ആവല്ലേട്ടാ, ന്യൂ ജനറേഷൻ ആവ്. അവക്ക് ജീൻസ് ഇടണമെങ്കിൽ ഇടട്ടെ, അവന് കുഴപ്പമൊന്നുമില്ലല്ലോ. അവര് വരുമ്പോ നീ ഒന്നും പറയാൻ നിക്കണ്ടേട്ടാ. ആ ശരിയെങ്കി ഇവിടെ ഒരു കാര്യം. അമ്മേ, എന്താ മോളെ? ഞാൻ പീരീഡ്സ് ആയ അമ്മേ. പീരീഡ്സ് ആയ? അയ്യോ, എന്നിട്ടാണ് നീ മുൻവശത്തോട് വന്നത്? അതിനിപ്പോ എന്താണ്? ഞാൻ എന്റെ വീട്ടിലൊക്കെ മുമ്പൊക്കെ വരാറുണ്ടല്ലോ പീരീഡ്സ് ആയാലും. അത് നിന്റെ വീട്ടില്, ഇവിടെ അങ്ങനെ പറ്റുമൊന്നുമില്ല. ആ തെക്കേ മുറിയില്ലേ, അവിടെയാണ് നീ ഇനി കിടക്കുന്നത്. ഞാനാവുമ്പോഴും എന്റെ മോളാവുമ്പോഴും അവിടെയാണ് കിടക്കാറ്. അമ്മ തെക്കേ റൂമിലാ, അവിടെ ഒരു കട്ടില് പോലും ഇല്ല. വേണ്ട, അവിടെ പായ വിരിച്ചേ താഴെയാണ് കിടക്കേണ്ടത്. ഞാനും എന്റെ മോളെ അങ്ങനെ കിടക്കാറ്, മനസ്സിലായ? പിന്നെ ആരെ തൊടാനോ പിടിക്കാനോ ഒന്നും നിക്കണ്ട. ഹാളിലാ അടുക്കളയിലാ മോളിലോ ഒന്നും കേറാൻ നിക്കണ്ട, മനസ്സിലായ? ആ റൂമിൽ തന്നെ ഇരുന്നാ മതി. നിനക്ക് എന്താവശ്യം ഉണ്ടെങ്കിലേ ഞാൻ കൊണ്ടുവന്ന് തരാം, മനസ്സിലായില്ലേ? കേറിപ്പോ ഓ. അയ്യോ, ആ ചവിട്ടിയിലും ചവിട്ടി. ദൈവമേ, ഇനി ഞാൻ ഇതൊക്കെ കഴുകണമല്ല. ഷോ, തുടക്കണം. ഇതൊന്നും വീട്ടിൽ പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലേ സാധനം. ഷോ, എന്റെ ഒരു വിധിയേ. അയ്യോ, മസൽ വെട്ടി കയറിയല്ല. ഇത് മാറിയതാണല്ലോ ദൈവമേ. എന്തോ ഒരു മരുന്ന് കഴിച്ച്. ഓ ഷോ അമ്മേ. ഷൂ അടുത്ത കാലം, രണ്ടു കാലം പോയല്ലേ ഈശ്വര. എന്താ ചെയ്യണേ? മോള് വിളിച്ചാല? മോളെ, മോളെ. അമ്മ വിളിക്കുന്നുണ്ടല്ലോ, എന്താണെന്നാവോ? എന്താണമ്മേ? മോളെ ഒന്ന് ഇങ്ങോട്ട് വന്നേ മോളെ. അമ്മയുടെ രണ്ടു കാലം മസിൽ വെട്ടി കയറി മോളെ, ഒന്ന് തിരുമ്മിത്താ. അല്ലാമ്മേ, എനിക്കൊന്ന് വരാവോ? ഞാൻ പീരീഡ്സ് ആയിരിക്കല്ലേ. ഓ, അതൊന്നും ഇപ്പൊ നോക്കണ്ട. മോളിങ്ങോട്ട് വാ, കാലൊന്ന് തിരുമ്മിത്താ. ഓ എന്റെ അമ്മേ, എന്തൊരു വേദന. ഇപ്പൊ എങ്ങനെയുണ്ടമ്മേ? ഇപ്പൊ മാറി മോളെ. അമ്മക്ക് ഇപ്പൊ ഒരു ആപത്ത് വന്നപ്പോഴത്തേക്കും എല്ലാ ശുദ്ധിയും മാറി, അയിത്തവും മാറിയല്ലേ. ഇത്രയുള്ള അമ്മ മനുഷ്യന്റെ കാര്യം. ഇനിയെങ്കിലും അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇതുപോലത്തെ അശുദ്ധിയും ആചാരങ്ങളൊക്കെ വേണമെന്ന്.